ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നന്മസ്വരൂപനായ ദൈവമേ, അവിടുന്ന് നൽകിയ അനുഗ്രഹദായകമായ ദിവസത്തിന് നന്ദി പറയുന്നു. ഇന്ന് ഷാലോം TV സംപ്രേഷണം ചെയ്യുന്ന എല്ലാ പരിപാടികളെയും അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ. ഷാലോം TV ആരംഭിച്ച അന്ന് തുടങ്ങി ഇന്നുവരെ ഈ സംപ്രേഷണത്തിനായി സഹായിക്കുന്ന എല്ലാ ഉപകാരികളെയും ഗുണകാംക്ഷികളെയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോ മക്കളെയും സ്നേഹത്തോടെ ഓർക്കുന്നു. ഈശോയെ, ഈ വചനം, തിരുവചനം ആസ്പത്രിയിൽ കിടന്നുകൊണ്ടും വീടുകളിൽ കിടന്നുകൊണ്ടും പല സ്ഥലങ്ങളിലിരുന്നു കൊണ്ട് ഇപ്പോൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കളെയും, ഇന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടവരെയും, ഇന്നേ ദിവസം ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന രോഗികളെയും, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവർ, പരീക്ഷ എഴുതുന്നവർ, വിദേശത്തേക്ക് യാത്രയാകുന്നവർ, പുതിയ വീട്ടിലേക്ക് പ്രവേശിക്കുന്നവർ എല്ലാവരെയും ഓർക്കുന്നു. ഈശോയെ, അവരെല്ലാവരെയും ആശീർവദിക്കണമേ. വളരെ പ്രത്യേകിച്ച് വചനം, തിരുവചനം പ്രഘോഷിക്കുന്ന ഈ വൈദികനെയും ഇവ ശ്രവിക്കുന്ന എല്ലാ ഷാലോം TV പ്രേക്ഷകരെയും അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലണമേ. ആമേൻ. ഈശോയിൽ എത്രയും വാത്സല്യമുള്ള ഷാലോം TV പ്രേക്ഷകരെ, ഈ മനോഹരമായ സുദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നന്മകളും നേരുന്നു. ഇന്ന് ജന്മദിനം ഓർക്കുന്നവരെയും, വിവാഹം നടത്തുന്നവരെയും, മനസ്സമ്മതം നടത്തുന്നവരെയും, പൗരോഹിത്യത്തിൻ്റെ സന്യാസത്തിൻ്റെ ജൂബിലിയും വാർഷികവും അനുസ്മരിക്കുന്നവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇന്നത്തെ ചിന്താവിഷയം: സുപരിചിതമാണ് യോനായുടെ കഥ, അപരിചിതമാണ് എന്നയിലെ യോനായുടെ അവസ്ഥ. ആരായിരുന്നു യോന? യോനായുടെ പുസ്തകം ഇന്നിൻ്റെ പശ്ചാത്തലത്തിൽ, കൗദാശിക ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രായോഗികമായി വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും വ്യാഖ്യാനിക്കുവാൻ പരിശ്രമിക്കുകയാണ്. ആരാണ് യോന? അമിത്തായുടെ പുത്രനാണ്, ചെറിയ പ്രവാചകനാണ്. ഈ പ്രവാചകന് വലിയൊരു അരുളപ്പാടുണ്ടായി. ദൈവം മഹാനഗരമായ നിനീവയിൽ പോയി അവിടെയുള്ള അകൃത്യത്തിൽ കഴിയുന്ന അധാർമികളായ വ്യക്തികളോട് വചനം പ്രഘോഷിക്കുവാനും അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാനും ദൈവം യോനായെ പ്രത്യേകമായി വിളിക്കുകയാണ്, പോകുവാൻ ആഹ്വാനം ചെയ്യുകയാണ്. എന്നാൽ യോന അതിന് വിസമ്മതിക്കുകയാണ്. ഇവിടെ ഒരു സന്ദേശമുണ്ട്. ദൈവം നമ്മളെ വിളിക്കുന്നു. ദൈവം സൃഷ്ടിപരമായി വിളിക്കുന്നു, ക്രിസ്തീയമായി വിളിക്കുന്നു, പ്രത്യേക വിളി നൽകുന്നു. ദൈവം വിളിക്കുമ്പോൾ ആ വിളിക്ക് പ്രത്യുത്തരം നൽകണം. ആ വിളിക്ക് പ്രത്യുത്തരം നൽകിയില്ലെങ്കിൽ ഉണ്ടാകുന്ന ദുരന്തത്തെക്കുറിച്ചുമുള്ള ഒരു സൂചനയും നമുക്കിവിടെ കാണാൻ സാധിക്കും. ദൈവം അരുൾ ചെയ്തെങ്കിലും, ദൈവം ആവശ്യപ്പെട്ടെങ്കിലും യോനായ്ക്ക് യോനായുടേതായ വഴികളുണ്ട്. ബൈബിളിൽ നമ്മൾ വായിക്കുന്നു, യോന ജോപ്പായിലെത്തി താർഷീസിലേക്ക് പോകുന്ന കപ്പലിൽ കയറി ഈ ഒളിച്ചോടുവാൻ ആഗ്രഹിച്ചു. മറ്റൊരു വചനം, ദൈവത്തിൽ നിന്ന് ഒളിച്ചോടി പോകുവാൻ ആഗ്രഹിച്ചു. ദൈവത്തിൽ നിന്നും ആർക്കെങ്കിലും ഒളിച്ചോടി പോകാൻ സാധിക്കുമോ? ബൈബിളിൽ പറയുന്നു, ആർക്ക് ദൈവത്തിൽ നിന്നും ഒളിച്ചിരിക്കുവാൻ സാധിക്കും? പർവ്വതത്തിൽ പോയി ഒളിച്ചാലും, ഇരുട്ട് വന്നു മൂടട്ടെ എന്ന് പറഞ്ഞാലും ഇരുട്ട് പോലും ദൈവത്തിനൊരിക്കലും ഇരുട്ടായിരിക്കില്ല. യോനായ്ക്ക് തെറ്റുപറ്റി. യോനായ്ക്ക് ഒളിച്ചിരിക്കുവാൻ, മറഞ്ഞിരിക്കുവാൻ പറ്റുന്നില്ല. യോന ഇതാ ഒളിച്ചോടി. സാധാരണ ഒളിച്ചോടുന്ന വ്യക്തികൾ ടിക്കറ്റ് എടുക്കാറില്ല, കള്ളവണ്ടി കയറുകയാണ് ചെയ്യുക. എന്നാൽ യോന സത്യസന്ധനാണെന്നും ശ്രദ്ധേയം. ടിക്കറ്റ് എടുത്ത് താർഷീസിലേക്ക് പോകുന്ന കപ്പലിൽ കയറി. എന്നിട്ട് വചനം പറയുന്നു, ദൈവത്തിൽ നിന്നും മറഞ്ഞിരിക്കാമെന്ന് യോന കരുതി. നമുക്കൊരിക്കലും ദൈവത്തിൽ നിന്നും മറഞ്ഞിരിക്കാൻ പറ്റുകയില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ദൈവത്തിൽ നിന്നും മറഞ്ഞിരിക്കാൻ ആഗ്രഹിച്ച ആദത്തെക്കുറിച്ച് നമുക്കറിയാം. ദൈവം വിളിച്ചു, ആദം നീ എവിടെ? ആദം ദൈവത്തിന് ഒളിഞ്ഞിരിക്കുകയാണ്. ഈ ഒളിക്കുക, മറച്ചു വയ്ക്കുക എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും ഒരു നിസ്സംഗതയുടെ, ഒരു പാപത്തിൻ്റെ ഒക്കെ പ്രതീകമാണ്. അങ്ങനെ യോന കയറിയ കപ്പലോടുന്ന കടലിലേക്ക് ദൈവം വലിയൊരു കൊടുങ്കാറ്റയച്ചു. ഞാനിങ്ങനെ പറയും, ആദ്യമായിട്ടുണ്ടായ വലിയൊരു സുനാമിയാണത്. വലിയൊരു പ്രകൃതിക്ഷോഭം, വലിയൊരു കൊടുങ്കാറ്റുണ്ടായി. ഇതുമൊരു സൂചനയാണ്. ദൈവത്തിന് നിരക്കാത്ത പ്രവർത്തികൾ ചെയ്താൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകും. നമ്മുടെ വീട്ടിൽ ഒരു യോന മതി, നമ്മുടെ വീട്ടിൽ ഒരു ആഖാൻ മതി, നമ്മുടെ വീട്ടിൽ ഒരു സഖ്യൂസ് മതി, തകർന്നു പോകും.
അങ്ങനെ യോന കയറിയ കപ്പലോടുന്ന കടലിലേക്ക് ദൈവം വലിയ കൊടുങ്കാറ്റയച്ചു. ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ, ഇന്നത്തെ എൻജിൻ ഘടിപ്പിച്ച കപ്പലല്ല. ഈ ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ, ഈ ബൈബിൾ വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ ഒരു പാക്കപ്പൽ, എൻജിനില്ലാത്ത കാറ്റിൻ്റെ ഗതിവിഗതി അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പാക്കപ്പലായിരിക്കണം നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാവേണ്ടത്. അതെ, ആ പാക്കപ്പലോടുന്ന, യോന കയറിയ കപ്പലോടുന്ന കടലിലേക്ക് വലിയ കൊടുങ്കാറ്റയച്ചു. കപ്പൽ തകിടം മറിയുകയാണ്. തിരമാലകൾക്ക് നിന്ന് ഇങ്ങനെ തകിടം മറിയുകയാണ്. അപ്പോൾ അതിനുള്ളിലുള്ള വ്യക്തികൾ എന്ത് ചെയ്തു? അവിടെ എന്താ സംഭവിക്കുക? അതിൻ്റെ ഉള്ളിലുള്ള വിജാതീയരായ മക്കളാണ്. അവർ കരയാൻ തുടങ്ങി, വലിയ വാവിൽ നിലവിളിച്ച് ദൈവത്തോട് അപേക്ഷിക്കുവാൻ തുടങ്ങി. അങ്ങനെ അപേക്ഷിച്ചിട്ടോ ഒരു മറുപടിയും ഉണ്ടായില്ല. ഇനി അടുത്ത രണ്ടാം ഘട്ടം എന്താണ്? ഒന്ന്, കപ്പലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ പ്രാർത്ഥിച്ചു. രണ്ട്, പ്രവർത്തിക്കുകയാണ്. ഭാരമുള്ളതെല്ലാം, ചരക്കെല്ലാം എടുത്ത് വലിച്ചെറിയുകയാണ്. അങ്ങനെ വലിച്ചെറിയുമ്പോൾ ഇതാ കപ്പിത്താൻ കടന്നു വന്നു നോക്കി അടിത്തട്ടിലേക്ക് പോവുകയാണ്. അതെ, അടിത്തട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതാ ഒരു മനുഷ്യൻ, ഇത്രയ്ക്കും കടൽക്ഷോഭമുണ്ടായിട്ടും കപ്പൽ തകിടം മറിഞ്ഞിട്ടും അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങുകയാണ്. അതെ, ഉറക്കം ബൈബിളിൽ രണ്ടർത്ഥമുണ്ട്. പോസിറ്റീവുമുണ്ട്, നെഗറ്റീവുമുണ്ട്. നമുക്ക് പോസിറ്റീവ് കാണാം. യാക്കോബ് ഏസാവിൽ നിന്നും ഒളിച്ചോടി പോകുന്ന രംഗമുണ്ട്. അങ്ങനെ ഒളിച്ചോടി ലൂസ എന്ന സ്ഥലത്ത് തലയണക്ക് പകരം ഒരു കല്ല് വെച്ച് കിടന്നുറങ്ങുന്ന രംഗമുണ്ട്. അങ്ങനെ ഉറങ്ങുമ്പോൾ ഒരു ദർശനമുണ്ടായി. ഉറക്കത്തിൽ ദർശനങ്ങൾ കാണുന്നു. അമ്പരചുംബിയായൊരു കോവണി, അതിലൂടെ മാലാഖമാർ കയറുകയും താഴുകയും ചെയ്യുന്നു. അതിൻ്റെ ഉച്ചിയിൽ നിന്നും ദൈവം പറയുന്ന 7 വചനങ്ങൾ: നീ കിടക്കുന്ന ഭൂമി നിൻ്റേതാണ്, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിൻ്റെ സന്തതികളെ പെരുകി വർദ്ധിപ്പിക്കും. ഇങ്ങനെ പോകുന്നു ആ വചനം. ചാടി എഴുന്നേറ്റു. ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് ലഭിച്ച ദർശനത്തിൻ്റെ പശ്ചാത്തലത്തിൽ തലയണയായി വെച്ച കല്ല് കുത്തിവെച്ച് എണ്ണ ഒഴിച്ച് പേരിട്ടു ബഥേൽ, ദൈവത്തിൻ്റെ ഭവനമെന്ന്. അതേ, ഉറക്കത്തിൽ ദർശനങ്ങൾ ഉണ്ടാകുന്നു, ബഥേൽ അനുഭവം ഉണ്ടാകുന്നു. ഇനി പുതിയ നിയമത്തിൽ ഉറങ്ങിയ ഒരു വ്യക്തിയുണ്ട്, യൗസേ പിതാവ്. വിവാഹം ചെയ്തിരുന്ന കന്യകയായ മറിയം ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ ആ മനുഷ്യൻ ചിന്തിച്ചു, എന്തു ചെയ്യണം? ഉപേക്ഷിക്കണോ? കല്ലെറിയണോ? എന്തു ചെയ്യണം? ഒരു ഓപ്ഷനാണ്. അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി. തമ്പുരാൻ കർത്താവിനോട് കൺസൾട്ട് ചെയ്തപ്പോൾ ഉറക്കം വന്നു. അവിടെ കിടന്നുറങ്ങി. അവിടെ ദർശനമുണ്ടായി, ദൈവികമായ ദർശനം. യൗസേ പിതാവേ, ശങ്കിക്കേണ്ട, നിൻ്റെ ഭാര്യയായി മറിയത്തെ സ്വീകരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വച്ചത്, യോനായുടെ ഉറക്കമാണ് നമ്മുടെ പശ്ചാത്തലം. ഉറക്കത്തിൻ്റെ പോസിറ്റീവ് അർത്ഥം പറഞ്ഞു. ഇനി നെഗറ്റീവ് ഉണ്ട്. പഴയ നിയമത്തിൽ നോഹ വീഞ്ഞുകുടിച്ച് ഉന്മത്തനായി മക്കൾക്ക് ഉതപ്പ് നൽകിയത്, ബർത്ത്ഡേ സ്യൂട്ടിൽ കിടന്നുറങ്ങിയത് നമുക്കറിയാം. ആ ഉറക്കം മദ്യപിച്ചുകൊണ്ടുള്ള ഉറക്കമാണ്. അത് വലിയൊരു ഉതപ്പ് കൊടുത്ത ഉറക്കമായിരുന്നു. വീണ്ടും ഒരു പ്രണയത്തിൻ്റെ കഥയുണ്ട്. നാസിർ വ്രതം തെറ്റിച്ച സാംസൺ ദലീലിയായുടെ മടിയിൽ കിടന്നുറങ്ങി. അതേ, ഉറങ്ങുന്ന വ്യക്തികൾക്ക് പലതും നേരിടേണ്ടി വരും. പല സംഭവങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഉറങ്ങിയ വ്യക്തികൾക്കുണ്ടാകുന്ന ദുരന്തങ്ങൾ. പ്രത്യേകിച്ച് സാംസൺ, അവൻ ആശീർവദക്കാരനാണ്. അവൻ മദ്യപിച്ചു, അവൻ പ്രേമിച്ചു, അവളുടെ മടിയിൽ കിടന്നുറങ്ങിയപ്പോൾ അവൻ്റെ സീക്രട്ട് ചോർത്തിയെടുത്ത് മുടിമുറിച്ച് കളഞ്ഞ ദുരന്തകഥ നമുക്കറിയാം. വീണ്ടും ഉറങ്ങിയ വ്യക്തിയാണ് യോന ഉറങ്ങാൻ കാരണം എന്താണ്? ഉത്തരവാദിത്വമില്ലാത്തവൻ, നിസ്സംഗതയാണ്, പാപത്തിൻ്റെ പ്രതീകമാണ്, ഒളിച്ചോട്ടത്തിൻ്റെ പ്രതീകമാണ് ഉറക്കം. പുതിയ നിയമത്തിൽ ഉറങ്ങിയ വ്യക്തികളെ കാണാം. വിതക്കാരൻ്റെ ഉപമയിൽ നല്ല വിത്ത് വിതറിയിട്ട് കർഷകൻ കിടന്നുറങ്ങിയപ്പോൾ ശത്രുക്കൾ കളവിതറിയ സംഭവം കർത്താവ് പറയുന്നുണ്ട്. ഉറങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാകാവുന്ന ചില ദുരന്തങ്ങളെക്കുറിച്ച് ഈശോ പറയുന്നു. ഇനി പത്രോസ് ഉറങ്ങിപ്പോയി. ഗെത്സേമനിയിൽ കർത്താവ് പറഞ്ഞു, 1 മണിക്കൂറെങ്കിലും ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചുകൂടെ? പത്രോസ് ഉറങ്ങിപ്പോയി. അപ്പോൾ ഉറക്കത്തിന് 2 അർത്ഥമുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ. ഉറക്കം നിസ്സംഗതയാണ്, ഇൻഡിഫറൻസ് ആണ്, പാപത്തിൻ്റെ പ്രതീകം കൂടിയാണ്. അതെ, യോന ഉറങ്ങുന്നത് കണ്ടു. ആ ഉറങ്ങുന്ന യോനായെ തട്ടി ഉണർത്തുകയാണ്.
അതെ, തട്ടി ഉണർത്തുന്ന കപ്പിത്താന്മാരാവണം നമ്മുടെയൊക്കെ കുടുംബത്തിലുള്ള മാതാപിതാക്കൾ കപ്പിത്താന്മാരാണ്. കുടുംബമാകുന്ന നൗകയെ നിത്യതയിലേക്ക് നയിക്കുന്ന കപ്പിത്താന്മാരാകണം അപ്പനും അമ്മയും. നമ്മുടെ വീട്ടിലൊക്കെ ഉറങ്ങുന്ന മക്കളുണ്ട്, അതിന് പ്രായപരിധിയൊന്നുമില്ല. ആ ഉറക്കമെന്ന് പറയുന്നത് തിന്മയിലേക്കുള്ള ചായ്വായിട്ട് ഞാൻ പ്രായോഗികമായി വ്യാഖ്യാനിക്കുകയാണ്. അങ്ങനെ തട്ടി ഉണർത്തി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. അവനും പ്രാർത്ഥിച്ചു, പക്ഷെ ഫലമുണ്ടായില്ല. എന്തുകൊണ്ട്? ദൈവം അവൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകിയില്ല. അതിനുത്തരം യെശയ്യായുടെ പുസ്തകം 1-ാം അധ്യായം 14-20 വായിക്കണം. കരമുയർത്തുമ്പോൾ, സ്വരമുയർത്തുമ്പോൾ മുഖം തിരിക്കുന്ന ദൈവം. പ്രാർത്ഥിക്കുന്ന വ്യക്തിക്കൊക്കെ ചില മാനദണ്ഡങ്ങൾ ഉണ്ടാവണം. അവൻ്റെ മനസ്സ്, അവൻ്റെ ചിന്ത, അവൻ്റെ പ്രവൃത്തിയൊക്കെ വളരെ ശുദ്ധമായിരിക്കണം. യോനായുടെ മനസ്സ് ശുദ്ധമല്ല, അവൻ്റെ ഹൃദയം ശുദ്ധമല്ല, അതൊരു ഒളിച്ചോട്ടമാണ്. അവൻ പ്രാർത്ഥിച്ചു, ഫലമുണ്ടായോ? ഇല്ല. അപ്പോൾ പിന്നെ എന്തു ചെയ്യും? അതിൻ്റെ ഉള്ളിലുള്ളത് വിജാതീയരാണ്. അവർക്കൊക്കെ ചില വിശ്വാസമുണ്ട്, അത് അന്ധവിശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം. അവർ പറഞ്ഞു, ഇതിൻ്റെ ഉള്ളിൽ ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തി ചെയ്ത് ആരോ കടന്നു പറ്റിയിട്ടുണ്ട്, നമുക്ക് ഞറുക്കിടാം. ഈ ലക്കി ഡിപ്പ് ഞറുക്കിടലൊക്കെ ആരംഭിച്ചത് ബൈബിളിലാണ്. ഞാൻ പറയും, കേരള ഭാഗ്യമാല ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഒരു ലക്കി ഡിപ്പ് നടന്നത് യോനായുടെ കപ്പലിലാണ്. ആദ്യത്തെ ഭാഗ്യവാൻ ആരാണ്? യോന. അതെ, ബൈബിളിൽ ഇല്ലാത്ത ഒന്നുമില്ല. അവിടെ ലക്കി ഡിപ്പ് ഞറുക്കിടുന്നത് കാണുന്നുണ്ട്. അങ്കിക്കായി ഞറുക്കിടുന്നു, യൂദാസിന് പകരം ഞറുക്കിട്ട് മത്തിയാസിനെ എടുക്കുന്നു. ബൈബിളിൽ ഞറുക്കിടുന്ന രംഗങ്ങൾ അനേകം നമുക്ക് കാണാൻ സാധിക്കും. അതെ, ഞറുക്കിട്ടപ്പോൾ ഞറുക്ക് വീണു യോന. അവരമ്പരന്നു പോയി. പക്ഷെ യോന ഒന്നും മറച്ചു വയ്ക്കുന്നില്ല. യോനായുടെ ജീവിതത്തിലെ ഒരു 2-ാം ഭാഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. യോന പറഞ്ഞു, ഞാൻ ഹെബ്രായനാണ്, ഏകദൈവ വിശ്വാസിയാണ്, ഈ ആകാശവും വാഴിയും എല്ലാം സൃഷ്ടിച്ച തമ്പുരാൻ കർത്താവിൽ വിശ്വസിക്കുന്ന ഹെബ്രായനാണ് ഞാൻ ഇതാ ദൈവത്തിൻ്റെ അരുളപ്പാടെന്നും വ്യതിചലിച്ചു പോവുകയാണ്. ഞാൻ നിമിത്തമാണ് ഈ സുനാമി ഉണ്ടായത്, ഞാൻ നിമിത്തമാണ് ഈ കപ്പൽ തകിടം മറിയുന്നത്, ഞാൻ നിമിത്തമാണ് ഈ പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടണോ? എന്നെ എടുത്ത് കടലിലേക്ക് വലിച്ചെറിയുക. അവരെല്ലാവരും അമ്പരന്നുപോയി. അവർ വിജാതീയരാണെങ്കിലും അവരാദ്യം യോനായെ വലിച്ചെറിഞ്ഞില്ല. അവർ തുഴയാൻ തുടങ്ങി. കുഴഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. എടുത്തെറിയുന്നതിന് മുൻപൊരു പ്രാർത്ഥനയുണ്ട്. തമ്പുരാൻ കർത്താവേ, ഈ നിർദോഷിയായ വ്യക്തിയെ കടലിലേക്ക് ഞങ്ങൾ വലിച്ചെറിയുമ്പോൾ ഞങ്ങളിൽ കോപവും ശാപവും ഉണ്ടാവല്ലേ എന്ന് വിളിച്ചുകൊണ്ട് അവനെ എടുത്ത് കടലിലേക്ക് എറിയുകയാണ്. കടലിലേക്ക് എറിഞ്ഞപ്പോൾ ദൈവം ശിക്ഷിച്ചോ? അതെ, നമ്മുടെ ദൈവം ശിക്ഷിക്കുന്ന ദൈവമല്ല, ശിക്ഷണം നൽകുന്നവനാണ്, രക്ഷിക്കുന്നവനാണ്. ആഴിയിൽ ആണ്ടുപോയാലും അഗ്നി വന്ന് മൂടട്ടെ എന്ന് പറഞ്ഞാലും തമ്പുരാൻ കർത്താവ് നമ്മളെ രക്ഷിക്കും. നമ്മുടെ ദൈവം ശിക്ഷിക്കുന്നവനല്ല, ശിക്ഷണം നൽകുന്നവനാണ്. അവിടെ ദൈവം ഒരുക്കി വലിയൊരു തിമിംഗലം. ഇപ്പോൾ യോന എവിടെയാണ്? ഞാൻ തമാശ പറയും, യോന വെന്റിലേറ്ററിലാണ്. യോന ഇപ്പോൾ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലാണ്. ഇപ്പോൾ തെറാപ്പി നടന്നുകൊണ്ടിരിക്കുകയാണ്. പല തെറാപ്പി ഉണ്ടല്ലോ, കീമോതെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പോണ്ടിലോതെറാപ്പി, മാസോതെറാപ്പി, ക്രോമോതെറാപ്പി, വാട്ടോതെറാപ്പി. ഇവിടെ ഒരു പ്രത്യേക തെറാപ്പിയാണ്, ഇത് സോൾട്ട് തെറാപ്പിയാണ്. യോന തീർച്ചയായിട്ടും യോനായ മത്സ്യം വിഴുങ്ങിയപ്പോൾ ശരീരമൊക്കെ വ്രണിതമായിട്ടുണ്ടാകും. യോന ഇപ്പം 3 ദിവസം നല്ല ട്രീറ്റ്മെൻറ്റാണ്. പക്ഷേ യോനായെ ഛർദ്ദിച്ച് കളയേണ്ട ഗതികേട് വന്നു. കാരണം യോനായെ ഉൾക്കൊള്ളാൻ തിമിംഗലത്തിന് പോലും കഴിയുന്നില്ല. യോനായെ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഛർദ്ദിച്ച് തീരത്തേക്കിട്ടു. യോനായോട് തമ്പുരാൻ കർത്താവ് പറഞ്ഞു, യോന നീ പോയി പ്രസംഗിക്കുക. അങ്ങനെ യോന ചെന്ന് നിനീവ് നഗരനിവാസികളോട് പ്രസംഗിച്ചു. 40 രാവിനും 40 പകലും കഴിയുന്നതിന് മുൻപ് നിനീവെ നശിപ്പിക്കപ്പെടും. അതുകൊണ്ട് റിപ്പൻറ്റ്, റിപ്പയർ ആൻഡ് റിന്യൂ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതം ഉടച്ചു മാർക്കണം, നവീകരിക്കണം, അനുരഞ്ജനപ്പെടണം, മാനസാന്തരപ്പെടണം. ശക്തമായ വചനപ്രഘോഷണം. ആ വചനപ്രഘോഷണം കേട്ടിട്ട് മൃഗങ്ങളും മനുഷ്യരും എല്ലാവരും ചാരം പൂശി ചാക്കുവസ്ത്രമണിഞ്ഞ് അനുതപിച്ചു. അങ്ങനെ നിനീവെ മാനസാന്തരപ്പെട്ടു. യോനായുടെ കഥ തീർന്നു, നമ്മുടെ കഥ ബാക്കി. ഇനി ആപ്ലിക്കേഷൻ ഞാൻ വളരെ പ്രായോഗികമായി ചിന്തിക്കുകയാണ്. ഞാൻ യോനായുടെ
ഈ വചനഭാഗത്തെ ഇങ്ങനെ ഒന്ന് വ്യാഖ്യാനിച്ചോട്ടെ. ജീവിതം ഒരു കപ്പലാണ്, മനസ്സ് സമുദ്രമാണ്, അക്കരെ സ്വർഗരാജ്യമാണ്. പ്രിയപ്പെട്ട ശാലോം TV പ്രേക്ഷകരെ, നമ്മൾ ആരായിക്കൊള്ളട്ടെ, ഹൈന്ദവനായിക്കൊള്ളട്ടെ, മുസൽമാനായിക്കൊള്ളട്ടെ, ക്രിസ്ത്യാനി ആയിക്കൊള്ളട്ടെ, നമ്മുടെയൊക്കെ ജീവിതം ഒരു തോണിയാണ്. ജീവിത തോണി തുഴഞ്ഞു തുഴഞ്ഞ് നമ്മൾ പോകുന്നു. അക്കരയ്ക്ക് നീങ്ങും സിയോൻ സഞ്ചാരി. അത് നമ്മൾ യാത്ര ചെയ്യുകയാണ്. ഈ യാത്ര എപ്പോൾ അവസാനിക്കുമെന്ന് നമുക്കറിയില്ല. നമ്മുടെ യാത്ര എപ്പോൾ തീരുമെന്ന് നമുക്കറിയില്ല. മരണം എപ്പോൾ കടന്നു വരും നമുക്കറിയില്ല. മരണം കള്ളനെ പോലെ കടന്നു വരും. അതുകൊണ്ട് ഒരുങ്ങിയിരിക്കണം. യാത്രയിൽ എപ്പോഴും ഒരുക്കമുണ്ടാവണം. അതെ, നമ്മുടെ ജീവിതം ഒരു യാത്രയാണ്. ബൈബിൾ ഒരു യാത്രയാണ്. നമ്മുടെ ജീവിതം നിത്യതയിലേക്കുള്ള, സ്വർഗത്തിലേക്കുള്ള യാത്രയാണ്. ജീവിതം ഒരു കപ്പലാണ്, തോണിയാണ്. മനസ്സ് സമുദ്രമാണ്, അക്കരെ സ്വർഗരാജ്യമാണ്. നമുക്ക് ഓരോന്നും എടുക്കാം. നമ്മുടെ ജീവിതമാകുന്ന കപ്പൽ അത് അപകടത്തിലാണോ? ഞാൻ കൂദാശയുമായി ഒന്ന് ബന്ധപ്പെടുത്തിക്കൊള്ളട്ടെ. ക്രൈസ്തവരായ മക്കളാണെങ്കിൽ നമ്മുടെ കപ്പലിൻ്റെ കീല് ഇട്ടത് എപ്പോഴാണ്? മാമൂദീസ് എന്ന കൂദാശ വഴിയാണ് കപ്പലിൻ്റെ അടിസ്ഥാനമിട്ടത്. ക്രിസ്തീയ കുടുംബത്തിൻ്റെ കപ്പൽ, അതിന് കീലിട്ടു. ആ കീലിനെ ഞാൻ മാമൂദീസ എന്ന് പറയും. തുടർന്ന് കപ്പൽ പണിയുകയായിരുന്നു. തിരുസഭയാകുന്ന പണിപ്പുരയിൽ നമ്മുടെ കപ്പൽ പണിയുകയായിരുന്നു. ആ കപ്പൽ പണിയുമ്പോൾ കുമ്പസാരം, കൃപാന, സ്ഥൈര്യലേപനം, അങ്ങനെ കപ്പൽ പൂർത്തിയാക്കി. ആ കപ്പലിന് പേരിടണ്ടേ? അങ്ങനെ അന്തസ്സിലേക്ക് വരികയാണ്. സന്യാസ കപ്പൽ, കുടുംബക്കപ്പൽ, പൗരോഹിത്യ കപ്പൽ, ഇങ്ങനെ വ്യത്യസ്തമായ പേരുള്ള കപ്പൽ കർത്താവ് ആശീർവദിച്ച് അതിനെ നമ്മുടെ ഈ തിരുസഭയാകുന്ന സമുദ്രത്തിലേക്ക് നമ്മെ വിട്ടിരിക്കുക. ഈ ലോകമാകുന്ന സമുദ്രത്തിലേക്ക് നമ്മളെ വിട്ടിരിക്കുക. നമ്മൾ യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്ത് നമ്മൾ ഓരോ വർഷവും ഓരോ തുറമുഖത്ത് അടുക്കുകയാണ്. ദേവാലയം ഒരു തുറമുഖമാണ്. തീർത്ഥാടന കേന്ദ്രം ഒരു തുറമുഖമാണ്. വിശുദ്ധ നാട് ഒരു തുറമുഖമാണ്. ഈ തുറമുഖത്ത് നമ്മൾ ഞായറാഴ്ചയൊക്കെ അടുക്കുകയും എല്ലാ ദിവസവും ഓരോ കുർബാനയിൽ അടുക്കുമ്പോൾ ആ കാണുന്ന നമ്മുടെ കപ്പലിനെ ഒന്ന് എംപവർ ചെയ്യാൻ, റീഫ്യൂവൽ ചെയ്യാൻ, മെയിൻറ്റെയിൻ ചെയ്യുവാൻ ഒക്കെയുള്ള അവസരമാണ്. അപ്പോൾ നമ്മുടെ ജീവിതമാകുന്ന കപ്പൽ അപകടത്തിലാണോ? മനസ്സിനെക്കുറിച്ച് പറഞ്ഞോട്ടെ. മനസ്സൊരു സമുദ്രമാണെന്ന് പറഞ്ഞു. സമുദ്രത്തിൻ്റെ പ്രത്യേകത എന്താണ്? സമുദ്രത്തിന് തന്നെ പല പേരുകളുണ്ട്. പല പേരുകളിലാണ് സമുദ്രം അറിയപ്പെടുന്നത്. ആ പേര് തന്നെ അതിൻ്റെ പ്രത്യേകതയുമാണ്. അപ്പം സമുദ്രത്തിൻ്റെ പ്രത്യേകത എന്താണ്? ചിലപ്പോൾ ശാന്തപ്രശാന്തമാകും, ചിലപ്പോൾ അത് പ്രക്ഷുബ്ധമാകും, ഇളകി വശാകും, അത് ഉയരും. അപ്പോൾ ഇതുപോലെയാണ് മനുഷ്യൻ്റെ മനസ്സ്. ചിലപ്പോൾ ശാന്തപ്രശാന്തമാണ്, ചിലപ്പോൾ ഭയങ്കരമായ ക്ഷോഭമായിരിക്കാം. പ്രകൃതിയിൽ കാണുന്നതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ പറയും, മനസ്സ് സമുദ്രമാണ്. ഇനി അക്കരെ സ്വർഗരാജ്യമാണ്. നമ്മളൊക്കെ നിത്യതയിലേക്ക് യാത്ര ചെയ്യുന്ന സിയോൻ സഞ്ചാരിമാരാണ്. ഇനി നമുക്ക് ചോദിക്കാം, നമ്മുടെ കുടുംബമാകുന്ന, പൗരോഹിത്യമാകുന്ന, സന്യാസമാകുന്ന നമ്മുടെ കപ്പൽ അപകടത്തിലാണോ? അപകടത്തിലാണെങ്കിൽ എന്തു ചെയ്യണം? അപകടത്തിലല്ലെങ്കിൽ പ്രൈസ് ദ ലോർഡ്, ദൈവത്തിന് നന്ദി പറയുക. ഇനി അപകടത്തിലാണെങ്കിൽ എന്തു ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കണം. ആ യോന കയറിയ കപ്പലിലെ മക്കള് അവർ പ്രാർത്ഥിച്ചു, താന്താങ്ങളുടെ ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിച്ചു എന്ന്. അപ്പോൾ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശാലോം TV പ്രേക്ഷകരെ, നിങ്ങൾ ആരായാലും നിങ്ങളുടെ ദൈവത്തോട് വിളിച്ച് പ്രാർത്ഥിക്കുക. താന്താങ്ങളുടെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു, എന്നിട്ട് ഫലമുണ്ടായോ? ഇല്ല. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ താന്താങ്ങളുടെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഫലമില്ലെങ്കിൽ അതിൻ്റെ തടസ്സം എന്താണ്? എൻ്റെ പാപാവസ്ഥയാണോ? എൻ്റെ അഹങ്കാരമാണോ? എൻ്റെ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയാണോ? കാരണം പ്രാർത്ഥന കേൾക്കണമെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കണം. നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. വൈരാഗ്യം, വിദ്വേഷം, ജഡത്തിൻ്റെ ആസക്തികളൊക്കെ ഉപേക്ഷിക്കണം. അപ്പോൾ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ തീർച്ചയായിട്ടും ചില റിക്വയർമെൻറ്റ്സ് ആവശ്യമാണ്. അപ്പോൾ ചോദിക്കുക, എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല? പ്രാർത്ഥനയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് എൻ്റെ വിശ്വാസക്കുറവാണോ? എൻ്റെ അശുദ്ധി നിറഞ്ഞ ജീവിതമാണോ?
എൻ്റെ ജഡത്തിൻ്റെ വ്യാപാരങ്ങളാണോ, ക്ഷമിക്കാൻ പറ്റാത്ത മേഖലകളാണോ എന്ന് ആലോചിക്കുക. രണ്ടാമതായി, ഭാരമുള്ളതെല്ലാം എടുത്തു വലിച്ചെറിഞ്ഞു. എന്താണ് എൻ്റെ ജീവിതത്തെ ഭാരപ്പെടുത്തുന്നത്? എന്താണ് എൻ്റെ ജീവിതത്തെ മുറിപ്പെടുത്തുന്നത്? എന്താണ് എൻ്റെ കുടുംബത്തിൻ്റെ ഭാരം? ആ ഭാരം ഒരുപക്ഷെ മദ്യപാനമായിരിക്കാം. ഇന്ന് ഒരു 60% കുടുംബത്തിലെ ഭാരം മദ്യപാനമാണ്. എത്രയോ വ്യക്തികളാണ് കടന്നു വന്ന് വേദനയോടെ പറയുന്നത് മദ്യപിക്കുന്ന ഭർത്താവിനെ കുറിച്ച്. വീട്ടിൽ മക്കൾ പുരനിറഞ്ഞു നിൽക്കുകയാണ്, വീടാൻ നിൽക്കുകയാണ്, കടക്കണി കൊണ്ട് കഷ്ടപ്പെടുകയാണ്. എന്നിട്ടും മദ്യപിക്കുന്ന ധാരാളം വ്യക്തികളെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ എൻ്റെ മദ്യപാനമാണോ? വീണ്ടും അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള പ്രശ്നം, ആ വഴക്കുകൾ, അതും ഒരു ഭാരമാകാം. അപ്പോൾ ഭാരം എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള ഭാരമുണ്ട്. ഒന്ന് ഞാനുണ്ടാക്കിയ ഭാരമുണ്ട്, ഒന്ന് മറ്റുള്ളവരുണ്ടാക്കിയ ഭാരമുണ്ട്. ഏതാണ് എടുത്തു കളയാൻ എളുപ്പം? ഞാനുണ്ടാക്കിയ ഭാരം. മദ്യപാനിയായ ഞാൻ, അല്ലെങ്കിൽ അവിശ്വസ്തയായ ഞാൻ, ക്ഷമിക്കാൻ പറ്റാത്ത ഞാൻ, ആ ഭാരം എടുത്തു കളയണം. ഇനി ആരാണ് യോന? യോന എന്ന് പറയുന്നതിന് ലിംഗനിർണയം പാടില്ല. അത് ആരുമാവാം. വീട്ടിൽ അശാന്തി, അസംതൃപ്തി, അസമാധാനം സൃഷ്ടിക്കുന്ന അപ്പൻ, അമ്മ, അമ്മായിയമ്മ, അമ്മായിയപ്പൻ, മകൾ, മരുമകൾ, ആരും യോനായാകാം. നമ്മുടെ കുടുംബമായാലും ആശ്രമമായാലും കോൺവെൻ്റ് ആയാലും ധ്യാനകേന്ദ്രമായാലും ഇടവകയായാലും കുടുംബ യൂണിറ്റായാലും കുടുംബ സമ്മേളനമായാലും എവിടെയായാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാരും അസമാധാനം സൃഷ്ടിക്കുന്നൊരു യോനായാണ്. ആ യോനായെ എങ്ങോട്ട് എടുത്തു വലിച്ചെറിയണം? നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ എടുത്തു വലിച്ചെറിയേണ്ട കടലാണ് കുമ്പസാരക്കൂട്. നല്ല കുമ്പസാരം നടത്തണം. ഇതെല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മൾ നല്ല കുമ്പസാരം നടത്തുക. അപ്പോൾ കടലിലേക്ക് എറിയാന്ന് വെച്ചാൽ നല്ല കുമ്പസാരം നടത്തുക. തിമിംഗലം എന്ന് പറഞ്ഞത് എന്താണ്? യോനായെ ആവഹിച്ചതുപോലെ നമ്മുടെ പാപങ്ങളെല്ലാം ആവാഹിച്ചെടുക്കുന്നൊരു പ്രതീകമാണ് തിമിംഗലം. ഇനി തീരം എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയാണ്. അപ്പോൾ നല്ല കുമ്പസാരം കഴിയുമ്പോൾ നമ്മളെ പരിശുദ്ധ കുർബാനയിലേക്ക്, തീരത്തേക്ക് കൊണ്ടുവരും, അനുഗ്രഹത്തിൻ്റെ സ്രോതസ്സിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് ആ കുർബാന യോഗ്യതയോടുകൂടി സ്വീകരിച്ച് കപ്പലിലേക്ക് കയറുമ്പോൾ നമുക്ക് സ്വച്ഛന്തം തുഴഞ്ഞ് നിത്യതയിലേക്ക് പോകുവാൻ സാധിക്കും. നമുക്ക് കേട്ട കാര്യങ്ങൾ ഒന്ന് സമാഹരിക്കാൻ പരിശ്രമിക്കാം. ഒന്നാമത്തെ ചിന്ത, ദൈവം നമ്മളെ പ്രത്യേകമായി വിളിച്ചിട്ടുണ്ട്. ആ വിളിയിൽ നിന്നും നമ്മൾ ഒരിക്കലും ദൈവ വിളിയിൽ നിന്നും വ്യതിചലിക്കരുത്. ദൈവത്തിൻ്റെ വിളി അനുസരിച്ച് ജീവിക്കുക 100%. രണ്ടാമത്തെ സന്ദേശം, ജീവിതം ഒരു കപ്പലാണ്, മനസ്സ് സമുദ്രമാണ്, അക്കരെ സ്വർഗരാജ്യമാണ്. എൻ്റെ കുടുംബമാകുന്ന കപ്പൽ അപകടത്തിലാണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കണം, ഞാനുണ്ടാക്കിയ ഭാരം വലിച്ചെറിയണം. എന്ന് വെച്ചാൽ നല്ല കുമ്പസാരം നടത്തണം. വീണ്ടും കുർബാന യോഗ്യതയോടുകൂടി നമ്മൾ സ്വീകരിക്കണം. അങ്ങനെ ഓരോ ദിവസവും നമ്മളെ തന്നെ നവീകരിച്ചുകൊണ്ട് നമ്മൾ തുഴഞ്ഞ് നിത്യതയിലേക്ക് പോകുവാനുള്ള കൃപാവരം ഈ വചനചിന്ത നമുക്ക് നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് ചെറിയൊരു പ്രാർത്ഥന നടത്താം. നന്മസ്വരൂപനായ ദൈവമേ, ഞങ്ങളുടെ ജീവിതമാവുന്ന കപ്പൽ നിത്യതയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യോനായുടെ പുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങളുടെ കുടുംബം അപകടത്തിലാണോ എന്ന് ആരായുവാനും, അപകടത്തിലല്ലെങ്കിൽ ദൈവത്തിന് നന്ദി പറയുവാനും, അപകടത്തിലാണെങ്കിൽ ഞങ്ങളെ തന്നെ നവീകരിക്കുവാനും ഈ തിരുവചനം ഞങ്ങളെ വഴി നടത്തണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലണമേ. ആമേൻ.